നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 1200 ആണ്ട് ധനുമാസത്തിൽ അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, കർക്കടകത്തിൽ ചൊവ്വ, കന്നിയിൽ ശിഹി, ധനുവിൽ രവി. ജനുവരി 14 രവി മകരത്തിലേക്ക് സഞ്ചരിക്കും. ശുക്രൻ മകരത്തിൽ. ഡിസംബർ 28 ശേഷം മകരത്തിൽ നിന്നും ശുക്രൻ കുംഭത്തിലേക്ക് രാശി മാറും. കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. രവി മേടൻ രാശിയുടെ 5ാം ഭാവാധിപനാണ്. ധനുമാസത്തിൽ രവി മേടൻ രാശിയുടെ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രവിക്ക് 9ാം ഭാവം പ്രതികൂല ഭാവമാണ്. ബന്ധുക്കളിൽ നിന്നും അകന്ന് താമസിക്കേണ്ടി വരും. അപമാനവും ധനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലവ് കൂടുകയും വരവ് കുറയുകയും ചെയ്യുന്ന സമയമാണ്. മനസ്സുഖം കുറയും. രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജന്മരാശ്യാധിപനായ കുജൻ നീചാവസ്ഥയിൽ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ഉദരരോഗവും പനിയും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. 10ാം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വക്ഷേത്ര ബലവാനാണ് ശനി. വക്രാവസ്ഥയിൽ നിന്ന് മാറി നേർഗതിയിലാണ് സഞ്ചരിക്കുന്നത്. സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന കർമാധിപനായ ശനി കർമ്മത്തിൽ നിന്ന് വലിയ വരുമാനങ്ങൾ നൽകും. ഔദ്യോഗിക പദവികളും അംഗീകാരങ്ങളും ലഭിക്കും. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. ടെക്നിക്കൽ മേഖലയിലുള്ളവർക്കാണ് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകുക. 5ാം ഭാവാധിപനായ രവി 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വിജയവും ഉത്സാഹവും ഉണ്ടാക്കുന്നു. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. പ്രണയിക്കുന്നവർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയിൽ സമയം നല്ലതായിരിക്കും. 7ാം ഭാവാധിപനായ ശുക്രൻ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. കൂടാതെ കുജൻ്റെ 7ാം ഭാവത്തിലേക്കുള്ള വീക്ഷണവും ഗുണഫലങ്ങളല്ല നൽകുന്നത്. ദാമ്പത്യം അത്ര സുഖകരമായിരിക്കുകയില്ല. ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. പുതിയ ബിസിനസ്സുകൾ ഉടനെ ഇടരുത്. പക്ഷേ 9ാം ഭാവാധിപനായ ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനവരവിന് കുറവ് വരികയില്ല. കാര്യവിഘ്നങ്ങൾ എല്ലാം മാറിക്കിട്ടും. വിദേശയാത്രകളും ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്ക് സമയം മെച്ചമാണ്. 12ൽ സർപ്പൻ ചിലവുകൾ ഉണ്ടാക്കും. ജനുവരി 4 വരെ ബുധൻ വൃശ്ചികത്തിൽ മേടക്കൂറിൻ്റെ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യാപാരത്തിൽ നിന്നുള്ള ധനനഷ്ടത്തെ തടയും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലങ്ങൾ ഇത് നൽകും. എന്നാൽ മാസത്തിൻ്റെ അവസാനം 9ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ബുധൻ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. 4ൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ജന്മരാശ്യാധിപൻ കൂടിയാണ്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കാം. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും മാതാവിന് ക്ലേശങ്ങളും ഉണ്ടാകാം. 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു സമ്പത്തും കീർത്തിയുമാണ് നൽകുന്നത്. പൊതുവെ മേടക്കൂറുകാർക്ക് ധനുമാസത്തിൽ നല്ല ഫലങ്ങളാണ് ലഭിക്കുക. രവിയും ശുക്രനുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ആയതിനാൽ ശിവക്ഷേത്രത്തിൽ ധാരയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവത്തിൻ്റെ 4ാം ഭാവാധിപനാണ് രവി. നിലവിൽ രവി ഇടവൻ രാശിയുടെ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ, ഭാര്യയുടെ അപ്രീതി, ശത്രുക്കളുമായി തർക്കങ്ങൾ, അപമാനം, രോഗങ്ങൾ, ഭയം എന്നിവയാണ് 8ലെ രവി നൽകുന്ന ഫലങ്ങൾ. 10ാം ഭാവാധിപനായ ശനി 10ൽ തന്നെ ബലവാനായി നിൽക്കുന്നു. ശനി ശശമഹായോഗത്തോടു കൂടിയാണ് കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കും. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യണം. അതിനനുസരിച്ച് ഫലവും ലഭിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. പക്ഷേ കൂടുതൽ അധ്വാനം വേണ്ടിവരും. വ്യാപാരികൾക്ക് ചിലവുകൾ വർദ്ധിക്കും. വരവുണ്ടാകുകയും ചെയ്യും. ധനനിക്ഷേപങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം.
അഞ്ചാം ഭാവാധിപനായ ബുധൻ 7ഉം 8ഉം ഭാവങ്ങളിലൂടെയാണ് ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്കും ആദ്യ പകുതിയിൽ പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ്. 7ാം ഭാവാധിപനായ ചൊവ്വ 3ാം ഭാവത്തിൽ നീചാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പങ്കാളി കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്താൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല. വിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. പക്ഷേ പങ്കാളിയായി വരുന്ന വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റി നല്ലവണ്ണം അന്വേഷിക്കണം. 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും 11ൽ സഞ്ചരിക്കുന്ന രാഹുവും വരുമാനവും ജീവിത സുഖങ്ങളും നൽകും. ചൊവ്വയ്ക്ക് നിജഭംഗ രാജയോഗം ഉള്ളതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. 5ലെ കേതുവിനെ ഗുരു വീക്ഷിക്കുന്നു. അതുകൊണ്ട് കേതുവിന് ദോഷഫലങ്ങൾ ഒന്നും നൽകാൻ കഴിയുകയില്ല. 7ലും 9ലും ഗുരു വീക്ഷിക്കുന്നുണ്ട്. അത് ഗുണഫലങ്ങൾ നൽകുന്നു. കണ്ടകശനിയുടെ ചെറിയ ദോഷങ്ങൾ മാത്രമേ നിങ്ങൾക്കിപ്പോൾ അനുഭവത്തിൽ വരികയുള്ളൂ. ശനിദോഷ പരിഹാരത്തിനായി എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലും രവിയെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. രവി മിഥുനൻ രാശിയുടെ 3ാം ഭാവാധിപനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് മിഥുനൻ രാശിയുടെ 7ാം ഭാവത്തിലൂടെയാണ്. കുടുംബത്തിൽ കലഹം, ബന്ധുക്കളും സ്നേഹിതരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, യാത്രാക്ഷീണം, രോഗം, മനോദുഃഖം എന്നിവയാണ് 7ൽ സഞ്ചരിക്കുന്ന രവി നൽകുന്ന ഫലങ്ങൾ. 10ാം ഭാവാധിപനായ ഗുരു 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധനവരവ് ഉണ്ടാകും, എന്നാൽ ചിലവും അതുപോലെ ഉണ്ടാകും. ശത്രുക്കൾ നിമിത്തം കർമ്മവിഘ്നം ഉണ്ടാകാതെ സൂക്ഷിക്കുക. തൊഴിലിൽ സുഖക്കുറവുണ്ടാകും. ദൂരയാത്ര, ആരോഗ്യക്കുറവ് എന്നിവയെ കൊണ്ട് പ്രയാസപ്പെടും. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. 5ാം ഭാവാധിപനായ ശുക്രൻ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8ലെ ശുക്രൻ ദുഃഖശാന്തിയും സുഖസമൃദ്ധിയും ധനവും ആർഭാട വസ്തുക്കളുടെ ലബ്ധിയും നൽകുന്നു. പ്രണയിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ്. 7ാം ഭാവാധിപൻ 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. ദമ്പതികൾക്ക് മധ്യമമായ ഫലമാണ്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുടെ സമയം തന്നെ. 9ാം ഭാവാധിപൻ 9ൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഭാഗ്യവർദ്ധനവ് ഉണ്ടാക്കുന്നു. 2ലെ കുജൻ കാര്യങ്ങൾക്ക് തടസ്സവും ധനച്ചിലവുകളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാക്കും. 4ലെ കേതു കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളും മാതാവിന് ക്ലേശങ്ങളും ഉണ്ടാക്കും. ഗുരുവിൻ്റെ കന്നിയിലേക്കുള്ള വീക്ഷണം ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കും. 6ൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ എല്ലാ കാര്യങ്ങളിലും വിജയവും ധനലാഭവും സുഖവും നൽകും. എന്നാൽ ജനുവരി 4ാം തീയതി 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ സുഖഹാനിയും സർക്കാരിൽ നിന്ന് അപ്രീതിയും ഭാര്യാപുത്രാദികളിൽ നിന്ന് പ്രശ്നങ്ങളുമാണ് നൽകുന്നത്. പൊതുവെ ധനുമാസം മിഥുനൻ രാശിക്കാർക്ക് നല്ല അനുഭവങ്ങൾ കൂടുതലായി നൽകുന്നില്ല. രവിയും ചൊവ്വയും ഗുരുവുമാണ് പ്രതികൂല ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളും വലിയ അനുകൂലത നൽകുന്നില്ല. ആയതിനാൽ മഹാവിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം, ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക. സാമ്പത്തികമനുസരിച്ചുള്ള വഴിപാടുകളും ചെയ്യുക. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ 2ാം ഭാവാധിപനാണ് രവി. ധനുമാസത്തിൽ രവി കർക്കിടകത്തിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രവി മനസ്സന്തോഷവും ശത്രുനാശവും ആഹാര വസ്ത്രാദി ലാഭവും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ധനലാഭവും നൽകുന്നു. 10ാം ഭാവാധിപനായ കുജൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കർമ്മപുഷ്ടിയും ധനസമൃദ്ധിയും ഉണ്ടാകും. പക്ഷേ ജന്മരാശിയിൽ നിൽക്കുന്ന കുജൻ ശരീരത്തിൽ വ്രണങ്ങളും മുറിവുകളും ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. വാഹനം സൂക്ഷിച്ചോടിക്കണം. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി രമ്യതയിൽ കഴിയാൻ ശ്രമിക്കണം. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അപവാദങ്ങൾ പറയാൻ ഇടവരരുത്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇഷ്ടപ്പെട്ട ജോബുകൾ ലഭിക്കുകയുള്ളൂ. 5ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് നൽകും. പ്രണയിക്കുന്നവർക്കും സമയം നല്ലതാണ്. 7ാം ഭാവാധിപൻ 8ലാണ് സഞ്ചരിക്കുന്നത്. സ്വരാശിയായതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല.
കൂടാതെ ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് സമയം വളരെ നല്ലതാണ്. ജന്മത്തിലെ കുജൻ ശാരീരിക ക്ലേശങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രനും ബുധനും നല്ല ഫലങ്ങളാണ് നൽകുന്നത്. 3-ലെ കേതു ധനവരവിനെ സൂചിപ്പിക്കുന്നു. 9-ൽ തനിച്ച് നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലങ്ങൾ നൽകും. കൂടാതെ ഗുരുവിൻ്റെ 11-ലെ സ്ഥിതി 2025 മെയ് 14 വരെ ഉണ്ടാകും. നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഗുരു തന്നുകൊണ്ടേയിരിക്കും. പൊതുവെ നല്ല അനുഭവങ്ങളായിരിക്കും കർക്കടകൻ രാശിക്കാർക്ക് ധനുമാസത്തിൽ ലഭിക്കുക. അഷ്ടമശനിയുടെ ദോഷങ്ങൾ അകറ്റാൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ അധിപനാണ് രവി. ചിങ്ങത്തിൻ്റെ 5-ാം ഭാവത്തിലൂടെയാണ് രവി ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത്. 5-ാം ഭാവം രവിക്ക് അനുകൂല ഭാവമല്ല. പരിഭ്രമം, മനഃചാഞ്ചല്യം, രോഗഭയം, ധനഹാനി, ശത്രുഭയം, ആരോഗ്യഹാനി, സ്നേഹിതരെ കൊണ്ട് ക്ലേശങ്ങൾ എന്നിവയാണ് 5-ൽ സഞ്ചരിക്കുന്ന രവി നൽകുന്നത്. 10-ാം ഭാവാധിപനായ ശുക്രൻ 6ഉം 7ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കർമ്മരംഗത്ത് ശത്രുക്കൾ ഉണ്ടാകും. തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് പക്വത പാലിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. ബിസിനസ്സുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. 5-ാം ഭാവാധിപനായ ഗുരു 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. പഠനം കൂടാതെ കോമ്പറ്റീഷൻ ടെസ്റ്റുകൾക്കും വൻ വിജയമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലത് തന്നെ. 7-ാം ഭാവാധിപൻ 7-ൽ ബലവാനായി നിൽക്കുന്നു. ഇത് ദമ്പതികൾക്ക് അനുകൂല സമയമായി വരും. 9-ാം ഭാവാധിപനായ കുജൻ 12-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പണച്ചെലവുകൾ ഉണ്ടാകും, ശ്രദ്ധിക്കണം. നേത്രരോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ധനവരവ് കൂട്ടും. മാതൃസുഖം, കുടുംബസുഖം എന്നിവ നൽകും. 7-ലെ ശനിയും 8-ലെ രാഹുവും ഗുണഫലങ്ങൾ നൽകുന്നില്ല. ചിങ്ങക്കൂറുകാർക്ക് ധനുമാസത്തിൽ അത്ര നല്ല ഫലങ്ങളല്ല ലഭിക്കുന്നത്. ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക. ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തണം. അടുത്തതായി കന്നിരാശി. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 12-ാം ഭാവാധിപനാണ് രവി. നിലവിൽ കന്നിരാശിയുടെ 4-ാം ഭാവത്തിലൂടെയാണ് ധനുമാസത്തിൽ രവി സഞ്ചരിക്കുന്നത്. ഗ്രഹത്തിൽ കലഹവും, സ്ത്രീകളെ കൊണ്ട് ക്ലേശവും, യാത്രാക്ലേശവും, മനോദുഃഖവും രോഗവുമാണ് രവി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നൽകുന്ന ഫലം. 10-ാം ഭാവാധിപനായ ബുധൻ കന്നിരാശിയുടെ 3-ഉം 4-ഉം ഭാവങ്ങളിലൂടെയാണ് ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത്. 3-ൽ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് ശത്രുക്കൾ കൂടും. തൊഴിലിൽ അലസതയുണ്ടാകും. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ബുധൻ 4-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തും. അപ്പോൾ കാര്യവിജയവും ധനവരവും സന്തോഷവും ഉണ്ടാകും. ഇത് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല ഫലങ്ങൾ നൽകും. 5-ാം ഭാവാധിപനായ ശനി 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും. പഠനത്തിൽ ശ്രദ്ധയും വിജയവും ഉണ്ടാകും. പ്രണയിക്കുന്നവർക്കും വലിയ പ്രശ്നങ്ങളില്ല. 7-ാം ഭാവാധിപനായ ഗുരു സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനത്താണ്. ദമ്പതികൾക്ക് നല്ല സമയമാണ്. പങ്കാളിക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് വളരെ മെച്ചമായ സമയമാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ സമയം കൂടിയാണ്. 11-ൽ സഞ്ചരിക്കുന്ന കുജൻ നീചനാണെങ്കിലും വലിയ ദോഷങ്ങൾ ഒന്നും ചെയ്യുകയില്ല. ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം പുത്രസുഖവും കുടുംബസുഖവും തൊഴിലിൽ ഉയർച്ചയും നൽകും. 7-ൽ സഞ്ചരിക്കുന്ന രാഹു അത്ര നല്ല ഫലങ്ങളല്ല നൽകുന്നത്. കുടുംബകലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ശനി 6-ലാണ് സഞ്ചരിക്കുന്നത്. ധനധാന്യ സമൃദ്ധിയും സുഖവൃദ്ധിയും കുടുംബസുഖവും സ്ത്രീസുഖവുമാണ് ശനി നൽകുന്ന ഫലങ്ങൾ. പൊതുവെ കന്നിക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങളാണ് ധനുമാസത്തിൽ ലഭിക്കുന്നത്. കുടുംബശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ
പാൽപായസവും ദേവീക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. കേതുപ്രീതിക്ക് വേണ്ടി ഗണപതി ഭഗവാനെ ദർശനം നടത്തുന്നതും ഏറ്റവും നല്ലതാണ്. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.